Hello everyone, my name is Binel Philip. Welcome to Motive Dubai, where we share aspiring stories. ഇന്നത്തെ മോട്ടീവ് ദുബായിലെ ഗസ്റ്റ് കഴിഞ്ഞ 33 വർഷമായി കൊമേഴ്ഷ്യൽ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുന്ന മിസ്റ്റർ വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അദ്ദേഹം ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രൊഫഷനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പാഷൻ പിന്നെ റിയലൈസ് ചെയ്യുകയും ആ പാഷന് വേണ്ടി ഒരു മേജർ പാർട്ട് ജീവിതത്തിൽ മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വെൽക്കം വേണിച്ചേട്ടാ. ഹലോ എവരി വൺ. വേണിച്ചേട്ടാ നമുക്ക് കുറച്ച് നാളായിട്ട് അറിയാം, പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേണിച്ചേട്ടൻ എവിടെയാണ് ജനിച്ചത്, വളർന്നത്, എന്താണ് ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഷുവർ. ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ജനിച്ചു, ട്രിവാൻഡ്രത്ത് പഠിച്ചു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ചെന്നൈയിൽ പോയി. അപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് ഒരു വല്ലാത്തൊരു കമ്പം. അതെ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോഗ്രാഫറായി തീരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ലൈഫിൽ. അപ്പം അങ്ങനെ ട്രിവാൻഡ്രത്ത് അന്ന് വലിയ ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരുന്നു. അത് കാരണം ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ പോയിട്ട് ഒരു കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫറുമായിട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് കൂടി. അതെ, ഒരു 6-7 years ഐ വാസ് വിത്ത് ഹിം. പുള്ളിയുടെ ബാഗ് തൂക്കുക, ഹെൽപ്പ് ചെയ്യുക, ക്യാമറ പിടിക്കുക, ലൈറ്റിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെ പഠിച്ചു. ലൈറ്റിംഗ് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ അന്നൊക്കെ ഇസ് കണ്ടിന്യൂസ് ലൈറ്റിംഗ്, ഫ്ലാഷ് ലൈറ്റ്, അങ്ങനെ ഉള്ള പല സ്റ്റുഡിയോ ലൈറ്റിംഗ് എക്യുപ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചു. പിന്നെ അന്നൊക്കെ ഫിലിം അല്ലേ. ഫിലിം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ നോർമൽ ഫിലിം, ട്രാൻസ്പെറൻസി എന്ന് പറയും. അപ്പം അതിലാണ് നമ്മൾ ഈ അഡ്വർടൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ നോർമൽ ഫിലിം. അപ്പം അതിൻ്റെ പ്രോസസ്സിങ്, E6 പ്രോസസ്സിംഗ് എന്ന് പറയും, അതൊക്കെ പഠിച്ചു. അപ്പം അങ്ങനെ ആ ഫോട്ടോഗ്രാഫിയിൽ അസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളിയുടെ കൂടെ ഇരുന്ന് കുറേ പഠിച്ചു. പിന്നെ ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പുള്ളിയെ വിട്ടിട്ട് പുറത്ത് വന്നിട്ട് ദെൻ ഐ വാസ് ഡൂയിങ് ഫ്രീലാൻസിങ്. അങ്ങനെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ദുബായിൽ എത്ര നാളായി? ഫാമിലി ഒക്കെ എന്താണ്? ദുബായിൽ 1996 ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നു. ലോങ് ടൈം. ഫാമിലി മാരീഡാണ്, 2 കുട്ടികളുണ്ട്, 2 ആൺമക്കള്. മൂത്ത മകൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. അതെ, മൂത്ത മകൻ ഒരു പേസ്ട്രി ഷെഫാണ്. പുള്ളി സ്വിറ്റ്സർലാൻഡിൽ പഠിച്ചു, US വർക്ക് ചെയ്തു, ഡെൻമാർക്കിൽ വർക്ക് ചെയ്തു. ദുബായിൽ ഒരു 4-5 വർഷം ഉണ്ടായിരുന്നു. ഇപ്പം റൈറ്റ് നൗ ഹീസ് ഇൻ ചെന്നൈ. ചെന്നൈയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ മകൻ ഇപ്പോൾ 11th ഗ്രേഡിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. വൈഫ് ഈസ് ഹൗസ് വൈഫ്. വേണിച്ചേട്ടൻ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫർ ഫ്രീലാൻസർ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പം എന്ത് എക്സാക്ട്, എനിക്കൊന്നു എന്തോ ഒരു സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഫുഡ് റിലേറ്റഡ് എന്തോ എന്നോട് പറയുന്നുണ്ടായിരുന്നല്ലോ. കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി സൈഡിൽ ഞാൻ ചെയ്യുന്നത്, എൻ്റെ ക്ലയൻസ് എന്ന് പറയുമ്പോൾ UAE ലീഡിങ് ഫിനാൻഷ്യൽ ക്ലയൻസ് ആണ് കൂടുതലുള്ളത്. ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരാണ് കൂടുതൽ എനിക്ക്. പിന്നെ കോർപ്പറേറ്റ് ടൈപ്പ് ഓഫ് പോർട്രൈറ്റ് ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അഡ്വർടൈസിങ് ഏജൻസീസിനും ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റിൽ ലൈഫ് ഫോട്ടോഗ്രാഫി, പ്രോഡക്ട്സ് ലൈക്ക് വാച്ചസ്, ജ്വല്ലറി ആൻഡ് ഫുഡ് കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫി, ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഫുഡ് ഫോട്ടോഗ്രാഫി എന്താണ് അതൊന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്? യെസ്, ഫുഡ് ഫോട്ടോഗ്രാഫി നമ്മൾ നോർമലി സ്ട്രെയിറ്റ് ആയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ് എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് ഫോട്ടോഗ്രാഫി, മെനു കാർഡ് അതുപോലത്തുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫുഡ് സ്റ്റൈലിസ്റ്റ്. അപ്പോൾ അതൊരു ഫുൾ ഫ്ലെഷ് ഷൂട്ടാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി മീ, ഇറ്റ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവോൾവ്ഡ്. ഫുഡ് സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും, പിന്നെ ഫുഡ് ഷൂട്ട് കഴിഞ്ഞിട്ട് റീടച്ചിങ്, ഡിസൈനിങ്, ഇതെല്ലാം ഇൻവോൾവ് ആണ്. സോ നിങ്ങളുടെ ഒരു ടീം ഓഫ് പീപ്പിൾ വിൽ ഹാൻഡിൽ ദി പ്രോജക്റ്റ് ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ. അതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ ഇഷ്ടമുള്ള ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഫുൾ ഇൻവോൾവ്മെൻറ്റിൽ ഞാൻ ചെയ്യുന്നത് ഫുഡ് ഷൂട്ടായിരിക്കും. എനിക്കും വേണിച്ചേട്ടനും ഈ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫീൽഡിലോട്ട് നമുക്ക് വരാം. വേണിച്ചേട്ടൻ്റെ ഒരു പാഷൻ ഇവോൾവ് ആയി വരികയുണ്ടായല്ലോ. അതായത് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പാഷൻ
യെസ്. ലേറ്റർ ലൈഫിൽ ഇവോൾവ് ആയി വന്നു. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ആ പാഷൻ വരുന്നത്? അത് എവിടെയാണ് സ്റ്റാർട്ടിങ്? അതിൻ്റെ ഒരു ജേർണി ഒന്ന് പറയാൻ പറ്റുമോ? ഈ ഫോട്ടോഗ്രാഫി ദുബായിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പാഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ബ്രൗൺ കളർ ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഒരെണ്ണമുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യുന്ന എല്ലാവർക്കും, ഒരുവിധം സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് ഈ ബ്രൗൺ കളർ ലൈറ്റ്സിനെ കുറിച്ച് അറിയാതിരിക്കാൻ ഇല്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. ഇറ്റ്സ് എ വേൾഡ്സ് നമ്പർ 1 ബ്രാൻഡാണ് ബ്രൗൺ കളർ ലൈറ്റ്സ്. ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ബ്രൗൺ കളർ ലൈറ്റ്സ്. അപ്പോൾ ഞാൻ അത് സ്വിറ്റ്സർലാൻഡിലാണ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ഇൻവിറ്റേഷൻ കിട്ടി. 10 days അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് എല്ലാം പഠിച്ച് ഒരു ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഫുഡ് സ്റ്റിൽ ലൈഫ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഷൂട്ട്. അതെങ്ങനെ ഒരു സ്പെഷ്യൽ ലൈറ്റിംഗ് ഒക്കെ യൂസ് ചെയ്ത് വളരെ ഡ്രമാറ്റിക് വേ ഓഫ് ലൈറ്റിംഗ്, അതിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു 10 days. അപ്പോൾ അത് ഞാൻ അറ്റൻഡ് ചെയ്തു. സ്വിറ്റ്സർലാൻഡിൽ പോയി 10 days ഞാൻ സ്വിറ്റ്സർലാൻഡിൽ അൽഷ്വിൽ എന്നൊരു സ്ഥലത്തിലാണ് അവരുടെ ഫാക്ടറി. അത് 2008 2008 ഞാൻ സ്വിറ്റ്സർലാൻഡ് പോകുന്നതും ബ്രൗൺ കളർ ഫാക്ടറിയിൽ പോയിട്ട് അവിടെ 10 days വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഈ സ്റ്റിൽ ലൈഫും ഫുഡും റിലേറ്റഡ് ആണ്. പിന്നെ ഒരേ ഒരു ദിവസം നമ്മൾ ഫാഷൻ ഫോട്ടോഗ്രാഫി കൂടെ ഒരു ദിവസം നമുക്ക് ലൈറ്റിംഗ് ഒക്കെ പറഞ്ഞു തന്നു, എങ്ങനെ ഇഫക്റ്റീവായിട്ട് പോർട്രൈറ്റ് ആൻഡ് ഫാഷൻ ചെയ്യണമെന്ന്. ഒരു 1 day. ബാലൻസ് ഓൾമോസ്റ്റ് 9 days ഈ സ്റ്റിൽ ലൈഫ് ആൻഡ് ഫുഡ് ആയിരുന്നു. ആ ഒരു മിസ്റ്റിക് ലൈറ്റിംഗ് എന്നൊക്കെ പറയും, ഡ്രമാറ്റിക് ലൈറ്റിംഗ്, അതൊക്കെ എങ്ങനെ ചെയ്യാം, എസ്പെഷ്യലി വിത്ത് ബ്രൗൺ കളർ ലൈറ്റിംഗ് സിസ്റ്റം അത് വെച്ചിട്ട്. അപ്പോൾ ഒരു ഫുഡ് ഫോട്ടോഗ്രാഫിയിലോ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫിയിലോ ഈ കാര്യങ്ങളെല്ലാം BTS ബിഹൈൻഡ് ദ സീൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയി 10 days ഇരുന്നു. 10 days അവിടെ സ്റ്റേ ചെയ്തു. അവിടെ എവറി ഡേ മോർണിംഗ് ടിൽ ഈവനിങ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നു. നമ്മുടെ ടെക്നിക്കലായിട്ട് നോളജ് ഗെയിൻ ചെയ്ത് വരെയാണ് എവറി ഡേ. ദ സെയിം ടൈം ഈവനിങ് വർക്ക്ഷോപ്പ് കഴിഞ്ഞ ശേഷം പിന്നെ ഊര് ചുറ്റാൻ പോകും സ്വിറ്റ്സർലാൻഡിൽ. ഒരു ദിവസം ഞങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് ട്രെയിനൊക്കെ പിടിച്ചിട്ട് കുറേ ട്രാവൽ ചെയ്തു, കുറേ നേച്ചറൊക്കെ നോക്കി. സ്വിറ്റ്സർലാൻഡ് ഈസ് എ ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ നേച്ചർ. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് എന്തോ ഒരു അകത്ത് ഒരു സ്പാർക്ക് വന്നു. ഒരു ട്രാവലിംഗ് ഫീവർ അവിടെയാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. പിന്നെ ഈ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിൽ വന്നു. ആസ് യൂഷ്വൽ ദുബായിൽ വന്നു. നമ്മുടെ അപ്പം അവിടെയാണ് ആ സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വിറ്റ്സർലാൻഡിലാണ് ആ സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഏതാണ്ട് ഒരു 40ഓളം കൺട്രി, 35-40ഓളം കൺട്രീസ് പോയിട്ടുണ്ട്. എനിക്ക് ഈ യാത്രാനുഭവങ്ങളിൽ ഇനിയിപ്പോൾ നമുക്ക് വേണിച്ചേട്ടൻ്റെ പ്രൊഫഷനെ വിട്ടിട്ട് നമുക്ക് പാഷനിലോട്ട് വരാം. ഡെഫിനറ്റ് ആയിട്ട് അത് എനിക്കൊന്ന് വേണിച്ചേട്ടൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഒരുപാട് താല്പര്യമുള്ളത്. അതെ. അപ്പം വ്യത്യസ്തമായ 1-2 അനുഭവങ്ങൾ, ഒരു 2-3 അനുഭവങ്ങൾ പറഞ്ഞാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ഡെഫിനറ്റ് ആയിട്ട്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് നോർവേ പറയാം. നോർവേയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നോർവേയിൽ പോകുന്നതെല്ലാം ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാനാണ്. നോർവേയിൽ മാത്രമല്ല കാണുന്നത്, നമുക്ക് വേറെ നോർത്തേൺ പാർട്ട് ഓഫ് ദ വേൾഡ് എവിടെ പോയാലും കാണാൻ പറ്റും. പക്ഷെ നോർവേ ഈസ് ദ പ്രോപ്പർ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നോർവേ ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് countries in the world to spot northern lights. അതെ. അത് പ്രോബബ്ലി സീസൺ വന്നിട്ട് സെപ്റ്റംബറിൽ നിന്ന് മാർച്ച് വരെ അത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ആക്ച്വലി നോർത്തേൺ ലൈറ്റ്സ് വന്ന് ഇയർ അറൗണ്ട് നമുക്ക് അത് ഉണ്ട്. ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിന. അത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐയിൽ കാണുന്നത് ഈ സീസണിലായിരിക്കും. ഡാർക്ക് സീസൺ, വിന്റർ. വിന്റർ ടൈമിൽ ക്ലിയർ സ്കൈ, ഡാർക്ക് ആൻഡ് ക്ലിയർ സ്കൈസിൽ നമുക്ക് ഈ നോർത്തേൺ ലൈറ്റ്സിൻ്റെ ഇത് കാണാൻ പറ്റും. വിസിബിലിറ്റി കൂടുതലായിരിക്കും. വിസിബിലിറ്റി വരുന്നത് സോളാർ ആക്ടിവിറ്റി വെച്ചിട്ടാണ്. ഓരോ ദിവസവും സോളാർ ആക്ടിവിറ്റി ഓരോ പോലെ ഉണ്ടാവും. അപ്പോൾ ആ സോളാർ ആക്ടിവിറ്റി എത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ടുണ്ടോ, ഈ നോർത്തേൺ ലൈറ്റ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റും. വിസിബിലിറ്റി. അത് ഓൾമോസ്റ്റ് എവറി ഇയർ ഐ യൂസ് ടു വിസിറ്റ് നോർവേ ഫോർ ദിസ് നാച്ചുറൽ ഫിനോമിന. അതെ.
ഇത് എങ്ങനെയാണ് നമുക്ക് എത്തിപ്പറ്റേണ്ടത്? ഇപ്പം നമുക്കറിയാം ഷെങ്കൻ വിസ എടുത്ത് നമ്മൾ ചെല്ലുന്നത് ഏത് സമയത്ത് ചെല്ലണം? ഈ ടൂർ കമ്പനിക്കാർ തന്നെ ഇത് അറേഞ്ച് ചെയ്യാതെ നമ്മൾ തന്നെ പോകണോ? അതെങ്ങനെയാണത്? അത് വന്നിട്ട് നമുക്ക് പോകുന്ന നല്ല ഒരു സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ ടിൽ മാർച്ച്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സമയം ജാനുവരി ഫെബ്രുവരി ആയിരിക്കും. ഓക്കെ. അതെ, ഞാൻ എപ്പോഴും ഈ ജാനുവരി പീക്ക് വിന്റർ ടൈമിലാണ് പോകുന്നത്. അതും ഫുൾ മൂൺ ടൈമിൽ പോകണ്ട, ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ ഡാർക്കായിട്ട് മൂൺ സ്റ്റാർട്ടിങ് ടൈം. ഓക്കെ. ഫുൾ മൂണിൽ പോയി കഴിഞ്ഞാൽ ലൈറ്റ് പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഫുൾ മൂൺ ടൈം അവോയ്ഡ് ചെയ്യാം. വിന്റർ സെലക്ട് ചെയ്യുക. ഓക്കെ. ഡിസംബർ ജാനുവരി ഫെബ്രുവരി. ഡിസംബർ ഓൾസോ ഇസ് നോട്ട് ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നോയിങ് ഉണ്ടാവും. ഒന്ന് സ്നോയിങ് എല്ലാം ഒന്ന് സെറ്റിൽ ആവണം. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സ്നോയിങ് നോർവേയിലൊക്കെ സെറ്റിൽ ആവാനായിട്ട് ഫെബ്രുവരിയെങ്കിലും ആവില്ലേ? ആവും, ഡെഫിനറ്റ് ആയിട്ട് ഫെബ്രുവരിയിൽ സെറ്റിൽ ആവും. പക്ഷെ ഫെബ്രുവരിയിൽ എല്ലാ ദിവസവും സ്നോയിങ് ഉണ്ടാകണമെന്നില്ല. ഓ അതെ, ചില ദിവസങ്ങൾ സ്നോയിങ് ഉണ്ടാവില്ല, ക്ലിയർ സ്കൈസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. ഈ നോർവേയിൽ എസ്പെഷ്യലി നോർത്തേൺ പാർട്ട് ഓഫ് നോർവേയിൽ പോകണം. പ്ലേസ് കോൾ ത്രോംസോ, അല്ലെങ്കിൽ ത്രോംസോയിനും മുകളിലായിട്ട് അൽത്ത എന്നൊരു പ്ലേസ് ഉണ്ട്, അവിടെ പോവാം. സോ ദാറ്റ് ഇറ്റ്സ് ലോട്ട് ഓഫ് പോസിബിലിറ്റി ടു. ഇപ്പം നമ്മൾ വൺസ് റീച്ച് നോർവേ, നോർത്തേൺ പാർട്ട് ഓഫ് നോർവേ, ത്രോംസോ ഓർ അൽത്ത, ടൂർ കമ്പനികൾ ഒരുപാടുണ്ട് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരുപാട് ഗ്രൂപ്പ് ടൂർ അറേഞ്ച് ചെയ്യുന്ന കമ്പനികളുണ്ട്, പ്രൈവറ്റ് ടൂർ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ. അപ്പോൾ സാധാരണ ഞാൻ പോകുന്നത് 1-2 പ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സായിട്ട് റെൻ്റ് കാർ എടുത്തിട്ട് ട്രൈ ചെയ്തു. പക്ഷേ ഈ എക്സ്ട്രീം വിൻ്റർ ആയത് കാരണം നമുക്ക് റോഡൊന്നും അത്ര പിടിയില്ല. ഓക്കെ. ഇത്തിരി പ്രോബ്ലം ഉണ്ടാവും. എങ്ങനെ അത് നമ്മൾ സ്പോട്ട് ചെയ്യണം, കറക്റ്റ് സ്ഥലം സ്പോട്ട് ചെയ്യണം, അങ്ങനെ കുറേ ചാലഞ്ചസ് ഉണ്ട് അതിൽ. അപ്പം മണിച്ചേട്ടൻ പറയുന്നത് നമുക്കൊരു ടൂർ കമ്പനിയുടെ ഗൈഡൻസ് എടുക്കുന്നതാണ് നല്ലത്. ഹൈലി റെക്കമെൻഡഡ്. അതിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടൂർ കമ്പനികൾ ഉണ്ട്. അവരെ നമുക്ക് അതിൽ കൂടെ നമുക്ക് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ. അതെ, ഗോട്ട് ഇറ്റ്. വേണിച്ചേട്ടൻ ഒരു സെയിലിംഗ് എക്സ്പെഡീഷനെ, ഒരു 12 days 10 days കൊണ്ട് സെയിലിംഗ് എക്സ്പെഡീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്കൊന്ന് ഒരുപാട് പേര് അത് ഇവിടെ അവെയർ അല്ല, അല്ലെങ്കിൽ ഞാൻ അവെയർ അല്ലായിരിക്കും. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ഡെഫിനറ്റ് ആയിട്ട്. ഈ നോർവേയിൽ എപ്പോഴും ഞാൻ പോവാറുണ്ട് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി. അപ്പം ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി നോർവേയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഫ്രം നോർവേ ടു നോർത്ത് പോൾ, ഇൻ ബിറ്റ്വീൻ നോർവേ ആൻഡ് നോർത്ത് പോൾ, ഐലൻഡ് കോൾഡ് സ്വാൽബാർഡ്. ഓക്കെ. അതൊരു ആർക്കിപിലാഗോ ആണ്. ആർക്കിപിലാഗോ എന്ന് പറയുന്ന മലയാളത്തിൽ ദ്വീപ് സംഗമം. ഓക്കെ. ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ഐലൻഡ്സ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്ന് പറയാം. അത് സ്വാൽബാർഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്. അത് ആർട്ടിക്, പ്യുവർ ആർട്ടിക് വൈൽഡർനെസ്. അവിടെ ഒന്ന് പോകണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു. ഫ്രം നോർവേ, ഓസ്ലോ ഇസ് എ ക്യാപിറ്റൽ സിറ്റി ഓഫ് നോർവേ. ഓസ്ലോ എന്ന് നമുക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ 3 hours ജേർണി ഫ്രം ഓസ്ലോ നോൺ സ്റ്റോപ്പ്. സ്വാൽബാർഡ് എന്നുള്ള ഐലൻഡിൽ നമുക്ക് പോകാൻ പറ്റും. അവിടെ പോയി അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വില്ലേജ് ഉണ്ട്, ഒരു എയർപോർട്ട് ഉണ്ട്. ദ പ്ലേസ് കോൾ ലോങ്ങിയർ ബൈൻ. ലോങ്ങിയർ ബൈൻ ആണ് ഈ സ്വാൽബാർഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയാം. അവിടെ ഈ നോർവേജിയൻ റൂളാണ് ആ ഐലൻഡ്. അവിടെ ഒരു ഗവർണറും ഉണ്ട്, നോർവേ അപ്പോയിന്റഡ് ഗവർണർ. ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഓഫ് സ്വാൽബാർഡ്. അപ്പോൾ സ്വാൽബാർഡ് എന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റ് ഓൺലി 3 സെറ്റിൽമെൻറ്റ്സേ ഉള്ളൂ ആ ഐലൻഡ് മൊത്തത്തിൽ. ഇറ്റ്സ് അറൌണ്ട് 92,000 square kilometer ആണ് ആ ഐലൻഡിൻ്റെ വിസ്തീകരണം. അതിൽ സെറ്റിൽമെൻറ്റ് നോക്കിയാൽ 3 settlements. ലോങ്ങിയബീൻ ഈസ് ദ കൂടുതൽ ആൾക്കാരുള്ള സെറ്റിൽമെൻറ്റ്. ഇറ്റ്സ് അറൌണ്ട് 2,530 people ആസ് പെർ 2023 സെൻസസ്. എനിക്ക് തോന്നുന്നു, ഞാനത് കേട്ടിട്ടുള്ളത്, അവിടെ ആരും ജനിക്കുന്നുമില്ല, അവിടെ ആരും മരിക്കുന്നുമില്ല. അതെ, അങ്ങനെ സംഭവം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണെന്ന്. ഡെഫിനറ്റ്. അത് ബിക്കോസ് ഓഫ് ദ വെദർ. അവിടെ ജനിക്കുന്നില്ല, ആരും ജനിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഹോസ്പിറ്റലില്ല, ഒരു ഹോസ്പിറ്റലും ഇല്ല. അപ്പം അത് കാരണം അവിടെ പോയിട്ട് ആർക്കും ഡെലിവറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെയിലി പോയി വരികയാണോ? അങ്ങനെയാണോ? അല്ല, പ്രഗ്നന്റ് ലേഡീസ് അത് ഒരു 7-8 മാസം ആകുമ്പോൾ അവർ അവിടെ നിന്ന് മെയിൻ ലാൻഡിലേക്ക് പോയിക്കൊള്ളണം ഫോർ ദി ഡെലിവറി.
ഓക്കെ ഓക്കെ ഓ അങ്ങനെയാണ്. അതുപോലെ ഏതെങ്കിലും ഈ സിക്കായിട്ടുള്ളവർ, ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർ, എയർലിഫ്റ്റ് ചെയ്യുമായിരിക്കും. അത് അത് എയർ ലിഫ്റ്റ് ചെയ്ത് മെയിൻലാൻഡിൽ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ സപ്പോസ് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആ ബോഡി പോലും എയർ ലിഫ്റ്റ് ചെയ്ത് മെയിൻലാൻഡിൽ കൊണ്ടുപോയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു അവിടെ ഡീകമ്പോസ് ആവില്ല, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും അവിടെ അതെ, ബിക്കോസ് ഓഫ് ദ വെദർ ബോഡി ഡീകമ്പോസ് ആകില്ല. മനസ്സിലായി. അത് കാരണം അവിടെ ആയി ബറിയൽ അതുപോലത്തെ ഒന്നും. അപ്പോൾ ഞാൻ കേട്ടത് ശരിയാണ്, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അത് ഉണ്ടായിരുന്നു ഒരു സെക്കൻഡ് വേൾഡ് വാർ ടൈം 1950s അവരത് നിർത്തി. നോർവേജിയൻ ഗവൺമെന്റ് ഒരു 1950 അത് അബോളിഷ് ചെയ്തു. ശരി, നമുക്കിനി സെയിലിംഗ് എക്സ്പീരിയൻസിലോട്ട് വരാം. എന്തായിരുന്നു അവിടെ സെയിലിംഗ് എക്സ്പീരിയൻസ്? അല്ല, ഈ സ്വാൽബാർഡിൽ പോയി കഴിഞ്ഞാൽ നോട്ട് ഓൺലി ദ സെയിലിംഗ് എക്സ്പെഡീഷൻ, അവിടെ വേറെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. സ്നോമൊബൈൽ സഫാരീസ് അവൈലബിൾ ആണ് ഈ ലോങ്ങിയർ ബെയിനിൽ. നോർവേ ഓസ്ലോ എന്ന് നമ്മൾ ലോങ്ങിയർ ബെയിനിലാണ് പോകുന്നത്. അവിടെ പോയി നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി ഒരു 6-7 ഹോട്ടൽസ് ഒക്കെ ഉണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്. ഒരു ഹോസ്റ്റൽ ഉണ്ട്, ബഡ്ജറ്റ് ഹോസ്റ്റൽ. അത് വെൽ ഇൻ അഡ്വാൻസ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. 1 year ago തന്നെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് നമുക്ക് അവിടെ വളരെ ചീപ്പായിട്ട് നമുക്ക് റൂം കിട്ടും, ഡോർമേറ്ററി ടൈപ്പ്. സോ അവിടെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് എവറി ഡേ ആക്ടിവിറ്റി ലൈക്സ്. നോർവേയിൽ ചീപ്പ് എന്നൊരു വാക്കിൽ എനിക്കൊന്ന് റീസണബിൾ എന്ന് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. കാര്യം അവിടെ എല്ലാം ഇച്ചിരി എക്സ്പെൻസീവ് ആണല്ലോ അല്ലേ? റീസണബിൾ ആയിട്ട് നോർവേ ബേസിക്കലി വെരി എക്സ്പെൻസീവ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഞാൻ ചീപ്പ് എന്ന് പറയുന്നു. യെസ്. ഓക്കെ. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഹോസ്റ്റൽ, ഒരു ഹോസ്റ്റലേ ഉള്ളൂ ഈ ലോങ് ഇയർ ബെയിനിൽ. ബാക്കിയുള്ള ഹോട്ടൽസ് ഒക്കെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ നമുക്ക് അത് ബുക്ക് ചെയ്യണമെങ്കിൽ വെൽ ഇൻ അഡ്വാൻസ് വളരെ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് എന്ന് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അത് ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് എവറി ഡേ ആക്ടിവിറ്റീസ് ലൈക്ക് സ്നോമൊബൈൽ സഫാരീസ്, ഡോഗ് സ്ലെഡിങ് പോവാം, ഡോഗ് സ്ലെഡിങ്, പിന്നെ നമുക്ക് സെയിലിംഗ്, ഇങ്ങനെ ഉള്ള എല്ലാ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ അഡ്വഞ്ചറായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതൊരു വല്ലാത്തൊരു സ്ഥലമാണ്. അതെ, ഹൈക്കിംഗ്. മനസ്സിലായി. യെസ്. പിന്നെ അതിലൊരു സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ സ്വാൽബാർഡിൽ സീസൺ സമ്മറിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ 24 hour ഡേ ലൈറ്റ് ആയിരിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സൺസെറ്റ് ഇല്ല. ഓൾവേസ് സൺ ഈസ് ഇൻ ദ ടോപ്പ്. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് അറൌണ്ട് 24 hours സൺലൈറ്റാണ്. സൺസെറ്റ് ഇല്ല, നോ നൈറ്റ്. നൈറ്റും ഡേ പോലെ തന്നെ ഉണ്ടാകുക. അപ്പോൾ അത് ആക്ടിവിറ്റീസ് നമുക്ക് ഒരുപാട് ചെയ്യാം സമ്മർ ടൈമിൽ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് ഈ സെയിലിംഗ് എക്സ്പെഡീഷനൊക്കെ നടക്കുന്നത്. അതെ, സെയിലിംഗ് എക്സ്പെഡീഷൻ. ഞാൻ 13 days ഒരു സെയിലിംഗ് ഷിപ്പ്, അതിൽ ടോട്ടൽ ഇൻക്ലൂഡിങ് ദ ക്രൂ പീപ്പിൾ 25. ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ആൻഡ് ഷെഫ്, ഇങ്ങനെ എല്ലാവരും കൂടെ ചേർത്തിട്ട് 25 പേരാ. പാസഞ്ചേഴ്സ് ഞങ്ങൾ 20 പേര്. അപ്പോൾ അങ്ങനെ ഒരു ക്യാബിനിൽ 2 പേര് വെച്ചിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ സെയിലിംഗ് ആക്ച്വലി ഈസ് എ സെയിലിംഗ് ഷിപ്പാണ്, യോട്ടല്ല. ഇറ്റ്സ് എ മോട്ടർ ഫിക്സ് ചെയ്തിട്ട്, മോട്ടറും ഉണ്ട്, ബട്ട് ഇറ്റ്സ് മെജോറിറ്റി ഓഫ് ദ ടൈം വി സെയിൽ. മോട്ടർ എപ്പോഴും യൂസ് ചെയ്യണം എന്നുള്ളത് ക്യാപ്റ്റൻ ഡിസൈഡ് ചെയ്തോളൂ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വി സെയിൽ. വളരെ ക്വയറ്റായിരിക്കും സെയിൽ ചെയ്യുമ്പോൾ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ കാരണമുണ്ട്. ഈ പോളാർ ബെയർ സ്പോട്ട് ചെയ്യുക, ഒരു 6-7 പോളാർ ബെയർ ഈ 13 days ഞങ്ങൾ സ്പോട്ട് ചെയ്തു. ഇത് ഈ ഷോറിന്റെ സൈഡിൽ കൂടെ സെയിൽ ചെയ്ത് പോകുമ്പോൾ ഈ ഷോർ സൈഡിലാണ് ഈ പോളാർ ബെയർ വാണ്ടറിങ് അറൗണ്ട്. അപ്പോൾ ഈ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഈ മോട്ടറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവര് ഓടിപ്പോവും. വളരെ ഷൈ അനിമലാണ് പോളാർ ബെയർ. വെരി വെരി അഗ്രസീവ് ആണ്, ബട്ട് ഇറ്റ്സ് വെരി ഷൈ അനിമൽ. പോളാർ ബെയർ സ്പോട്ട് ചെയ്യാനാണ് ഈ സെയിലിംഗ് പോകുന്നതും സെയിലിംഗ് ക്രൂസിലൊക്കെ പോകുന്നവർ ഈ സ്വാൽബാർഡിൽ പോളാർ ബെയർ കാണാനാണ് മെയിനായിട്ട് പോകുന്നത്. ബട്ട് ഒരുപാട് ഈ ക്രൂസിൽ പോകുന്നവർ പോളാർ ബെയറെ കാണുന്നില്ല. അവർ തിരിച്ചു വരുമ്പോൾ പറയും ഞങ്ങൾ ഒന്നിനും സ്പോട്ട് ചെയ്തില്ല. വളരെ അപൂർവമായിട്ടുള്ള ക്രൂസ് ഷിപ്പ് ആൾക്കാർ. അതെന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഓഫ് ദി സൗണ്ട്. ക്രൂസ് ഷിപ്പ് എന്നൊക്കെ ആകുമ്പോൾ ഇറ്റ്സ് മോട്ടറൈസ്ഡ് അല്ലേ, അപ്പം അതിന് ചെറിയ സൗണ്ട് ഉണ്ടെങ്കിലും അവർക്ക് അത് ഭയങ്കര
ഡിസ്റ്റർബായിട്ട് അവരവിടെ വരില്ല. ഓ, അതുകൊണ്ടാണ് സെയിലിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെയിലിംഗ് പോകുന്നത് ഞങ്ങൾ. ഓക്കെ ഓക്കെ. സൗണ്ട് ഉണ്ടാവില്ല. വളരെ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെ ഷിപ്പ് അവിടെ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ കറങ്ങി വരും. അങ്ങനെ കറങ്ങി വന്നപ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോർമലി സെയിലിംഗ് ഷിപ്പിൽ നിന്ന് സോഡിയാക്ക് എന്ന് പറയും, ചെറിയ ഒരു ബോട്ട് പോലെ, റബ്ബർ ബോട്ട്. അത് സെയിലിംഗ് ഷിപ്പിൽ നിന്ന് ഇറക്കിയിട്ട് അതൊരു 6 പേർക്ക് കയറാം. ഓക്കെ. ഒരു 6 പേര് എന്ന് പറഞ്ഞാൽ 2-3 ഗ്രൂപ്പായിട്ട് ഷോറിൽ കൊണ്ട് നമ്മളെ ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഷോർ എക്സ്പ്ലോർ ചെയ്യും. ഒരു ഹൈക്കിങ് അങ്ങനത്തെ ഉള്ള ഡെയിലി ആക്ടിവിറ്റീസ് ഈ എക്സ്പെഡീഷനിൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇതേപോലെ തന്നെ സോഡിയാക്കിൽ ഇറങ്ങി ഷോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഷോർ എത്താറാവുമ്പോൾ ഒരു പോളാർ ബെയർ ഇമ്മീഡിയറ്റ്ലി ഇറ്റ്സ് അപ്പിയേർഡ്. ഓക്കെ. അത് ഞങ്ങളെ കണ്ടിട്ട് ഇച്ചിരി അഗ്രസീവ് ആണ്. വെള്ളത്തിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വെള്ളത്തിൽ ഇങ്ങോട്ട് ഞങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട് ഇറങ്ങി വരുന്നു. സോ ദ ക്യാപ്റ്റൻ സെഡ് ഓക്കെ വി ഹാവ് ടു മൂവ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ സോഡിയാക്ക് ബോട്ട് തിരിച്ചിട്ട് ഞങ്ങൾ അങ്ങ് തിരിച്ച് ഷിപ്പിലേക്ക് വന്നു. ആ ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ട്. വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്. അത് വെള്ളത്തിൽ ഇറങ്ങുന്നവരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തില്ല. പിന്നെ എല്ലാം ഞങ്ങൾ ഒരു പാനിക്കായി. അത് കാരണം എടുക്കാൻ പറ്റിയില്ല. അതെ. 13 days അല്ലേ? അത് 13 days സ്വാൽബാർഡിൽ തന്നെ വരും. തിരിച്ച് ലോങ് ഇയർ ബീനിൽ പോർട്ടിൽ വരും. പക്ഷേ ഇത് പോളാർ ബെയർ മാത്രമല്ല, അവിടെ റെയിൻ ഡിയർ നമുക്ക് ഒരുപാട് സ്പോട്ട് ചെയ്തു. പിന്നെ വാൾറസ് കോളനി. വാൾറസ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിക് മാമൽ, ഒരു വലിയൊരു 2 കൊമ്പൊക്കെ വെച്ചിട്ട് ഒരു അനിമൽ, വാൾറസ്. അതിന്റെ കോളനി വിസിറ്റ് ചെയ്തു. അത് ഒരുപാട് കണ്ടു. ആർട്ടിക് ബേർഡ്സ്, ഒരുപാട് ബേർഡ് കോളനി, ഒരുപാട് ബേർഡ്സ് ഒക്കെ കണ്ടു. ദെൻ ബിയർഡ് സീൽ. അതാണ് ശരിക്കും പോളാർ ബെയറിന്റെ, അതാണ് അത് പിടിച്ച് കഴിക്കുന്നത്. പോളാർ ബെയറിന്റെ ആഹാരമാണ് ബിയർഡ് സീൽ. അത് ഹണ്ട് ചെയ്യും. അവരെ ഒരുപാട് കണ്ടു. പിന്നെ എനിക്ക് തോന്നുന്നു വേണിച്ചേട്ടാ, ഇത് ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഇത് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ട് പോകുന്ന തരത്തിലുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി കാണണമല്ലോ. എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ഞാൻ കൂടുതൽ ഈ എക്സ്പെഡീഷനിൽ എടുത്തില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് മൊത്തം ഞാൻ പോയത് സമ്മറിലാണ് ഈ എക്സ്പെഡീഷൻ. അത് കഴിഞ്ഞ് ഞാൻ വിന്ററിൽ വിസിറ്റ് ചെയ്തു. സ്നോ മൊബൈൽ സഫാരി, ഡോഗ് സ്ലെഡിങ് ഇതുപോലെയൊക്കെ ചെയ്തു. പിന്നെ ഡാർക്ക് പീരീഡ് എന്നുണ്ട്, ഡിസംബർ ആൻഡ് ജനുവരി. ഞാൻ പറഞ്ഞില്ലേ സമ്മറിൽ സൺസെറ്റ് ഇല്ല, അതേപോലെ ഡിസംബർ ആൻഡ് ജനുവരി സൺറൈസ് ഇല്ല. ഫുൾ ഡാർക്ക്. ആ സീസണിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലാ സീസണിലും പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഡിസംബറിലാണ് പോയത്. ഫുൾ ഡാർക്ക്, ഡേ ലൈറ്റ് ഇല്ലല്ലോ. അപ്പോഴും നമുക്ക് ആക്ടിവിറ്റീസ്, പക്ഷെ ആക്ടിവിറ്റീസ് ഇത്തിരി കുറവായിരിക്കും ഡാർക്ക് ആയത് കാരണം. എന്നാലും സ്നോ മൊബൈലൊക്കെ എടുത്തിട്ട് പോയി ഈ ഡാർക്ക് പീരീഡിലും. ഡോഗ് കെന്നലിൽ പോയിട്ട് ഡോഗ് സ്ലെഡ് ചെയ്തു. അതിന്റെ എക്സ്പീരിയൻസ് വാസ് അമേസിങ്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി. ഡോക്യുമെന്ററി ഉണ്ടാക്കിയിട്ട് NDTV പബ്ലിഷ് ചെയ്തു. ന്യൂഡൽഹി ടെലിവിഷൻ 2012. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണല്ലോ. അതെ, 2012 എൻ്റെ ഡോക്യുമെന്ററി ഈ സ്വാൽബാർഡിനെ കുറിച്ച്, സ്വാൽബാർഡ് ആൻഡ് ഓട്ട് ടു ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഡോക്യുമെന്ററി പബ്ലിഷ് ചെയ്തു. NDTV 30 minutes പ്രോഗ്രാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ സീസണും പോയിട്ട് ഈ ഫുട്ടേജ് എല്ലാം എടുക്കുന്നത്. ഫോട്ടോ കൂടുതൽ എടുത്തില്ല, കുറച്ച് എടുത്തുള്ളൂ. പിന്നെ മേടിച്ചിട്ട് ഐസ്ലാൻഡിലെ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറയാമോ? ഡെഫിനറ്റ് ആയിട്ട്. ഐസ്ലാൻഡ് ഒരു അമേസിങ് പ്ലേസ് ആണ്. ഇതുപോലെ അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ഐസ്ലാൻഡ് പോലെ ഞാൻ ഈ ലോകത്തിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് ഏത് വർഷമായിരിക്കും? ഐസ്ലാൻഡ് സെയിം നോർവേ പോകുമ്പോൾ ഞാൻ ഐസ്ലാൻഡിൽ പോകും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ ഒരുപാട് നമ്മുടെ ഷാറൂഖ് ഖാന്റെ ഒരു മൂവിയിൽ ഒരു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, ഒരു പ്ലെയിനടുത്ത് നിന്ന് കാജൽ ഒരു പാട്ട് സീൻ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒത്തിരി ആൾക്കാർ അവിടെ ഐസ്ലാൻഡിലൊക്കെ പോയിട്ട് പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഞാൻ ഐസ്ലാൻഡിൽ പോയതും ഒരു 16-17 years ago ആണ്. അപ്പൊ അന്ന് ഐസ്ലാൻഡ് ഇത്തിരി ചീപ്പായിരുന്നു, അത്ര എക്സ്പെൻസീവ് അല്ല. പക്ഷെ ഐസ്ലാൻഡ് നോർമലി വെരി എക്സ്പെൻസീവ്. ടൂർ ആക്ടിവിറ്റീസും എക്സ്പെൻസീവ് ആണ്. നമ്മൾ നോർവേയിൽ നിന്ന്
ഐസ്ലാൻഡിൽ പോവാം, അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് യൂറോപ്പ് ഏത് സിറ്റീസിൽ നിന്നും നമുക്ക് ഐസ്ലാൻഡിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഓക്കെ. എയർ ഐസ്ലാൻഡ്, ഐസ്ലാൻഡിക് എയർ എല്ലാം പോകുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഐസ്ലാൻഡ് പൊതുവെ. ഓക്കെ. അപ്പോൾ ഐസ്ലാൻഡ് ഈസ് അമേസിങ് പ്ലേസ്, ലാൻഡ്സ്കേപ്പ് ബ്യൂട്ടിഫുൾ. ഞാനിപ്പോൾ ഈ 2024 ഫെബ്രുവരിയിൽ ഐ വാസ് ഇൻ ഐസ്ലാൻഡ്. ഓക്കെ. ഓക്കെ. പോയിരുന്നു. ഓക്കെ. എക്സ്ട്രീം വിന്റർ, ഇറ്റ്സ് അമേസിങ്. ലോട്ട് ഓഫ് വാട്ടർഫാൾസ്. ഓക്കെ. വാട്ടർഫാൾസ് ഒരുപാട് ഐസ്ലാൻഡിലുണ്ട്. പിന്നെ വാൽക്കാനിക് ആക്ടിവിറ്റി. ഞാൻ പോയ സമയത്ത് ഒരു ഇറപ്ഷൻ ഉണ്ടായിരുന്നു. ഓഹോ. ഞാൻ പോണ മുമ്പേ ഇറപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഫെബ്രുവരിയിൽ ഒരു വില്ലേജ് തന്നെ ഇവാക്യുവേറ്റ് ചെയ്തു. അവിടെ പാർട്ട്ലി ഡാമേജ് ഒക്കെ ഉണ്ടായി. ഓക്കെ. ഒരുപാട് ബ്ലൂ ലഗൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ട് സ്പ്രിങ്സ് ഒരുപാട് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ വോൾക്കാനിക് കൺട്രി അല്ലേ. അപ്പോൾ വോൾക്കാനിക് ആക്ടിവിറ്റി ഒരുപാട് ഉള്ള കാരണം ഹോട്ട് സ്പ്രിങ്സ് ഒരുപാട് ഉണ്ട്. നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയ ടൈമിൽ വോൾക്കാനിക് ഇറപ്ഷൻ വന്നു. അപ്പോൾ ലക്കിലി ഞങ്ങളുടെ ടൂറൊന്നും ക്യാൻസൽ ആയില്ല. ഞാൻ എൻ്റെ ഐസ്ലാൻഡ് പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ശേഷം ടോട്ടൽ ക്ലോസ് ആയി. ഐ വാസ് സോ ലക്കി. ഞാൻ വന്ന് എന്നും ന്യൂസ് അതാണ്. ഇന്ന് വോൾക്കാനിക് ഇറപ്ഷൻ ഒരുപാടായി, ഇപ്പം ഇന്ന് എല്ലാം ക്ലോസ് ചെയ്തു. ടൂർ ആക്ടിവിറ്റി, ബ്ലൂ ലാഗൂൺ എല്ലാം ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞുള്ള ന്യൂസ് വന്നുകൊണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് സ്വാൽബാർഡിനെ കുറിച്ച് പറയാനുണ്ട്. ഈ സ്വാൽബാർഡിൽ ലോങ്ഇയർ ബീനിൽ ഗ്ലോബൽ സീഡ് വാൾട്ട് എന്ന് പറഞ്ഞുണ്ട് ഒരു സംഭവം. അത് അതായത് നമ്മുടെ ഈ ലോകത്തുള്ള സകല വിത്തുകളും കളക്ട് ചെയ്ത് വെച്ച സ്ഥലം. കറക്റ്റ്. അത് ഇവിടെയാണ്. അത് ലോങ്ഇയർ ബീനിലാണ്. ഒരു മോർ ദാൻ 150 കൺട്രീസ്, ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ്, അവരുടെ സാമ്പിൾ സീഡ്സ് അതെല്ലാം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, എല്ലാ പ്ലാന്റ്സിന്റെയും. അതെ. സീഡ് വാൾട്ട് എന്ന് പറഞ്ഞിട്ട് അത് വിസിറ്റേഴ്സ് അലൗഡ് അല്ല, നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. പക്ഷെ അത് ഇങ്ങനെ എൻട്രൻസ് ചെയ്യുന്ന അകത്ത് ഇങ്ങനെ ഒരു മലയ്ക്ക് അകത്തായിരിക്കുന്ന സാധനം. ബിക്കോസ് ഓഫ് ദ ടെമ്പറേച്ചർ. അപ്പോൾ അതെല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഗ്ലോബൽ സീഡ് വാൾട്ട്. നമുക്ക് അകത്തൊരു എൻട്രൻസ് ഇല്ല, പക്ഷേ അവിടെ ഒരു സാധനം ഉണ്ട്. നമുക്ക് പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും, ആ സ്ട്രക്ചറൊക്കെ കാണാൻ പറ്റും. ഞാനത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു. അതുപോലെ ഈ സ്വാൽബാർഡിൽ വേറെ പൂച്ച വളർത്താൻ പാടില്ല, ടോട്ടലി ബാൻഡ്. കാറ്റ് എന്ന് വെച്ചാൽ അതൊരു എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. സ്പെഷ്യൽ ആർട്ടിക് ബേർഡ്സ് അവിടെ ഒരുപാടുണ്ട്. പൂച്ചകൾ ഉണ്ടെങ്കിൽ അത് ബേർഡുമായിട്ട് പ്രോബ്ലം ആവും, അവരുടെ ലൈഫിന് ത്രെട്ടാണ്. അപ്പം അത് കാരണം സ്വാൽബാർഡിൽ കാറ്റ് പ്രൊഹിബിറ്റഡ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. എനിക്കൊന്ന് ഗ്രീൻലാൻഡിലും എന്തോ ഒരു കാര്യമായിട്ട് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അതെന്തായിരുന്നു? യെസ്, ഗ്രീൻലാൻഡിൽ പോയിട്ടുണ്ട്. ഗ്രീൻലാൻഡ് വന്ന് ഞാൻ 2008 പോയത്. 2008 ഐസ്ലാൻഡിൽ പോയ സമയത്ത് ഐസ്ലാൻഡിൽ നിന്ന് ഗ്രീൻലാൻഡിൽ പോയി. ബട്ട് ഗ്രീൻലാൻഡിൽ പോകണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഷങ്കൻ വിസയിൽ ഗ്രീൻലാൻഡിൽ പോകാൻ പറ്റത്തില്ല. അന്നും ഇന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ ഗ്രീൻലാൻഡ് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഡാനിഷ് എംബസിയിൽ പോയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വിസയ്ക്ക്. ഷങ്കൻ വിസ അപ്ലൈ ചെയ്യണം. എന്നിട്ട് അവരുടെ അടുത്ത് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുക്കണം, ഗ്രീൻലാൻഡ് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവർ പെർമിറ്റ് ടു എൻ്റർ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞൊരു സീല് തരും. അവരാണ് തരുന്നത്. ഡാനിഷ് എംബസിയിൽ നിന്നാണ് നമ്മൾ അത് വാങ്ങേണ്ടത് ഗ്രീൻലാൻഡ് പോകണമെങ്കിൽ. എന്നിട്ട് നമുക്ക് ഐസ്ലാൻഡിൽ നിന്നോ ഏത് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് നമുക്ക് ഗ്രീൻലാൻഡിലേക്ക് പോവാം. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. വെരി എക്സ്പെൻസീവ്. അപ്പോൾ ഞാനത് ഐസ്ലാൻഡിൽ നിന്ന് റേക്കാവിക്, ക്യാപിറ്റൽ ഓഫ് ഐസ്ലാൻഡ്, അവിടെ നിന്ന് ഗ്രീൻലാൻഡിൽ ഈസ്റ്റ് ഗ്രീൻലാൻഡിൽ കുളൂസുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജിലാണ് പോയത്. അത് ഗ്രീൻലാൻഡേഴ്സിന്റെ വില്ലേജാണ്. ഒരു 240 ആൾക്കാർ അവിടെ ഉള്ളൂ. ഒരു സ്മോൾ വില്ലേജ്, ഒരു സ്മോൾ ഗ്രേവൽ എയർപോർട്ട് കൂടെ ഉണ്ട്. അവിടെ പോയി ലാൻഡ് ചെയ്ത് 3 days ഐ വാസ് ദേർ. അവിടെ ഉള്ള എല്ലാം എക്സ്പ്ലോർ ചെയ്തു, കുറെ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തു, ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്തു. എന്നിട്ട് തിരിച്ചു പോയി ഐസ്ലാൻഡിൽ വന്നു. ദെൻ ഓസ്ലോ, നോർവേ, ബാക്ക് ടു ദുബായ്. അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അതെ, അമേസിങ്. അപ്പം ഇങ്ങനെ ഫോട്ടോഗ്രാഫിയും ട്രാവലും ഒക്കെ പാഷനായിട്ട് ഒരുപാട് കൊണ്ടു നടക്കുന്നുണ്ട്.
ഈ വളർന്നു വരുന്ന ഒരു ജനറേഷനോട് എന്താണ് പറയാനുള്ളത് വേണിച്ചേട്ടന്? ഇപ്പോൾ യങ് ജനറേഷൻ, എനിക്കറിയാവുന്നുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ള യങ് ജനറേഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള യങ് ജനറേഷനും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നതോടെ എല്ലാവർക്കും ഫോട്ടോഗ്രാഫറിൽ ഒരു കമ്പം കയറിയിട്ടുണ്ട്. അതെ. അപ്പോൾ അവരുടെ എന്താണ് വേണിച്ചേട്ടന് ഇത് നമുക്കൊരു പ്യുവർ പാഷനാണോ, അതോ ഈ പാഷനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് പ്രോഫിറ്റബിലിറ്റി, അതായത് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റാൻ എന്താണ് വഴി എന്നൊന്ന് പറയാമോ? ഡെഫിനറ്റായിട്ട് ഫോട്ടോഗ്രാഫി പ്രൊഫഷൻ ഈസ് എ വെരി ലുക്രേറ്റീവ് പ്രൊഫഷൻ. ഡെഫിനറ്റായിട്ട് ഓക്കെ. പ്രൊഫഷനായിട്ട് എടുത്ത് വരുമ്പോൾ എൻ്റെ ഒരു ചെറിയ ഒരു സജഷൻ എന്താന്ന് പറഞ്ഞാൽ, വരുന്നവർ കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി തന്നെ ചെയ്യണം. അതിന് തന്നെ വരിക. ഓക്കെ. ഒരുപാട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒരുപാട് ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നേച്ചർ ഇങ്ങനെ പോവാറുണ്ട്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൽ നിന്ന് എത്ര ഫിനാൻഷ്യൽ ഗെയിൻസ് ഉണ്ടാവും നമുക്ക് ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ. അതായത് ഈ നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിന് മുന്നേ യു എൻഷുർ യു ഹാവ് എനഫ് മണി ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. കറക്റ്റ്. എക്യുപ്മെന്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ അത് എടുത്തു കഴിഞ്ഞു, ഓക്കെ, ഒരു അമേസിങ് പിക്ചർ ക്യാപ്ചർ ചെയ്തു, അതിനെ എങ്ങനെ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് അവാർഡിന് അയക്കാം, അതർവൈസ് യു ക്യാൻ സെൽ ഓൺലൈൻ വടവ്. ബട്ട് അത് എത്ര റെഗുലർ ഇൻകം ഈ നേച്ചർ ഫോട്ടോഗ്രാഫിയിൽ നിന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നിന്നും റെഗുലർ ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അല്ലെങ്കിൽ അത് ടൈം എടുക്കും അല്ലേ? ടൈം എടുക്കും. ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും. ഓക്കെ, മനസ്സിലായി. അത് പെട്ടെന്ന് വരൂല, പെട്ടെന്ന് ഇൻകം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല. മനസ്സിലായി. അതിനേക്കാളും ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള യങ്സ്റ്റേഴ്സ് കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി തന്നെ വന്ന് ചെയ്യൂ. ഓക്കെ. മേക്ക് സം മണി. ഓക്കെ. പിന്നെ നിങ്ങളുടെ വൈൽഡ് ലൈഫും നേച്ചറും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഫസ്റ്റ് പൈസ ഉണ്ടാക്കണമല്ലോ. ഓക്കെ, മനസ്സിലായി. നമ്മൾ ഏത് തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആ തൊഴിലിൽ നിന്ന് പൈസ വന്നാലല്ലേ അത് നമുക്ക് ഒരു സർവൈവൽ. ഓക്കെ, മനസ്സിലായി. അതെ. പിന്നെ നമുക്ക് നമ്മുടെ പാഷനിലേക്ക് കടന്നു പോകാൻ വളരെ ഈസി ആയിരിക്കും. മനസ്സിലായി. അതെ. 100% ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, കാട്ടിൽ പോയി ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറും വൈൽഡ് ലൈഫും ബേർഡും അത് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രശ്നം ഉണ്ടാവും. ബട്ട് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവുക. ഇറ്റ് ഡിപ്പെൻസ്. പിന്നെ ചിലർ ബേസിക്കലി വെൽത്തി ആയിരിക്കും, അവർക്ക് പ്രശ്നമില്ല. ഓക്കെ. വേണിച്ചേട്ടാ, ഗ്രേറ്റ് ടു നോ ദാറ്റ്. ഇനി എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി അടുത്ത 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ വേണിച്ചേട്ടൻ്റെ പ്രൊജക്ഷൻസ് എന്തൊക്കെയാണ്? അടുത്ത 2 കൊല്ലത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റ് പോർട്ട്ഫോളിയോ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ട്രാവൽ. അത് കഴിഞ്ഞെന്നല്ല, ഇപ്പോൾ വരുന്ന 2025 മാർച്ച് ഓർ ഏപ്രിൽ പ്ലാനിങ് ടു ഗോ ടു സ്വാൽബാർഡ് again. ഓക്കെ. This one is my 7th or 8th visit to Svalbard. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണമല്ലോ, ഇത്രയും ഹൈലി റെക്കമെൻഡഡ് ആണെങ്കിൽ. Svalbard is my favorite destination. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, യെസ്. അത് പോയി കഴിഞ്ഞാൽ അത് എന്താന്ന് പറഞ്ഞാൽ അത് ലാൻഡ്സ്കേപ്പും എല്ലാം എപ്പോഴും വിസിറ്റ് ചെയ്താലും അത് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് നോട്ട് സെയിം. ഓക്കെ, ഓൾറൈറ്റ്. കഴിഞ്ഞ പ്രാവശ്യം കാണുന്ന സ്വാൽബാർഡ് അല്ല അടുത്ത പ്രാവശ്യം പോകും. ഓക്കെ, മനസ്സിലായി. അതിൻ്റെ ലാൻഡ്സ്കേപ്പും കാര്യമെല്ലാം മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായി. യെസ്. അപ്പോൾ താങ്ക് യു വേണിച്ചേട്ടാ, വേണിച്ചേട്ടൻ്റെ പാഷനും പ്രൊഫഷനെ കുറിച്ച് അറിയാൻ സാധിച്ചതിൽ. അപ്പം വേണിച്ചേട്ടാ, ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലേക്ക് വേണിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ മതിയല്ലോ അല്ലേ? ഒരു ഐറ്റിനറി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഡെഫിനറ്റായിട്ട്. അപ്പം വേണിച്ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കും, പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. എന്നെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിന്റെ കോൺടാക്റ്റിലുള്ളവരും ഒക്കെ വിളിക്കാറുണ്ട്. ഓക്കെ. നോർത്തേൺ ലൈറ്റ്സിനെ കുറിച്ച്, ഈ ആർട്ടിക് അഡ്വഞ്ചറിനെ കുറിച്ച്, ആർട്ടിക് ടൂർസിനെ കുറിച്ച് ഓക്കെ എല്ലാ അഡ്വൈസും സജഷൻസും കൊടുക്കാം. താങ്ക് യു വേണിച്ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.